തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീണ്ടും കയ്യാങ്കളി. ബിജെപി കോൺഗ്രസ് കൗൺസിലർമാർ തമ്മിലായിരുന്നു സംഘർഷം. രജിസ്റ്റർ ബുക്കിൽ ഒപ്പിടാൻ ശ്രമിച്ച യുഡിഎഫ് കൗൺസിലർമാരെ ബിജെപി കൗൺസിലർമാർ തടയാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ബിജെപി കൗൺസിലർ ചെമ്പഴന്തി ഉദയൻ യുഡിഎഫ് വനിതാ കൗൺസിലർമാരെ കയ്യേറ്റം ചെയ്തുവെന്ന് യുഡിഎഫ് ആരോപിച്ചു. കാപ്പ കേസ് പ്രതിയായ കൗൺസിലർ ആർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് കൗൺസിൽ യോഗം വേഗത്തിൽ പിരിഞ്ഞു. അത് ശബരിനാഥനെ അടിച്ച് എന്നെ ആക്രമിച്ചത്. ശബരിനാഥനെയും അല്ല, ആരോപണം തെളിവുണ്ടോ? എന്തെങ്കിലും ഇതായി കണ്ടില്ലേ? ആരാണ് ആക്രമിച്ചത്? എനിക്ക് ഞാൻ ഒപ്പിടണ്ടേ? അവർ ഒപ്പിട്ടത് നിങ്ങളെ വീഡിയോയെ കാണിച്ചുകൊണ്ട് മണിക്കൂറോളം നിൽക്കുകയല്ലേ? ഒരു ഒപ്പിടാൻ എത്ര മണിക്കൂർ വേണം? മാത്രമല്ല, ഈ ഹാജർ ബുക്ക് എന്ന് പറയുന്നത് ഇദ്ദേഹം ചെയർപേഴ്സണാണ്. നഗരസഭയുടെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് അധികാരപ്പെട്ട കാര്യം മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. ഈ ഹാജർ ബുക്ക് അവർ തിരുത്തില്ല എന്ന് എന്താണ് ഉറപ്പ്? ഹാജർ ബുക്ക് തട്ടിയെടുത്തുകൊണ്ട് കൈകാര്യം ചെയ്യാൻ ഏത് കൗൺസിലർക്കാണ് അധികാരമുള്ളത്? അവരുടെ മുന്നിൽ ആകെ അതിനെ ഹാജരായെന്നുള്ള ഒപ്പിടാൻ മാത്രമേ അധികാരമുള്ളൂ. ആ ഹാജർ ബുക്ക് തിരുത്താനാണ് അവർ ശ്രമിച്ചത്. അതിലെ പേജുകൾ വലിച്ചു കീറാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഒരു ചെയർപേഴ്സണ് സാധ്യമല്ല. നഗരസഭയുടെ അധികാരപ്പെട്ട ചെയർപേഴ്സൺ അത് ഒരു കാരണവശാലും ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു ഹാജർ ബുക്കിനെ അപർണ കേസുണ്ട് വിവരങ്ങളുമായി. അപർണ, എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്ന് നമ്മൾ കണ്ടത് അത്യധികം നാടകീയമായ രംഗങ്ങൾ തന്നെയായിരുന്നു. ബിജെപി കോൺഗ്രസ് കൗൺസിലർമാർ തമ്മിലുള്ള കയ്യാങ്കളിയിലേക്ക് വരെ അത് നയിക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും ബിജെപി കൗൺസിലർ യുഡിഎഫ് വനിതാ പ്രവർത്തകർ അല്ലെങ്കിൽ യുഡിഎഫ് വനിതാ കൗൺസിലർമാരെ ആക്രമിച്ചു എന്നൊരു ആരോപണം കൂടി യുഡിഎഫിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇതിന്മേലുള്ള പരാതിയിലേക്കൊക്കെ അടക്കം കടക്കാനുള്ള സാധ്യതയുണ്ടോ നിലവിൽ? വളരെ നാടകീയമായ രംഗങ്ങളാണ് ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. കൗൺസിൽ യോഗം ആരംഭിക്കുന്ന വേളയിൽ തന്നെ LDF പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അതായത് കാപ്പ കേസ് പ്രതി സുഗതന്റെ കൗൺസിൽ അംഗമെന്നുള്ള പദവി എടുത്തു മാറ്റണം, അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്. ഇതിനെ തുടർന്ന് സഭയ്ക്കുള്ളിൽ പ്രതിഷേധം കനക്കുന്നു. കൗൺസിൽ അംഗങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കുന്നു. ഇതിനെ തുടർന്ന് മേയർ ഇത്തരത്തിൽ ഇന്നത്തെ അജണ്ടകൾ എല്ലാം തന്നെ പാസ്സാക്കിക്കൊണ്ട് സഭ പിരിച്ചുവിടുന്നു എന്ന് പറയുകയും അതിനെ തുടർന്ന് മേയർ ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ പ്രതിഷേധം കനക്കുന്നത്. അതിനുശേഷം UDF അംഗങ്ങളും BJP അംഗങ്ങളും തമ്മിലാണ് ഇത്തരത്തിൽ കയ്യാങ്കളിയിലേക്ക് എത്തുന്ന പ്രതിഷേധത്തിലേക്ക് കടന്നത്. അതായത് BJP അംഗങ്ങൾ ഇത്തരത്തിൽ രജിസ്റ്റർ ബുക്ക് ശബരിനാഥൻ അടക്കമുള്ള നേതാക്കളിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കവെയാണ് ഇത്തരത്തിലൊരു കയ്യാങ്കളിയിലേക്ക് ഇത് കടന്നത്. പരസ്പരം ചൂടുവെള്ളം ഒഴിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു.
എന്തായാലും വളരെ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. UDF വനിതാ പ്രവർത്തകരെ അടക്കം BJP അംഗങ്ങൾ മർദ്ദിച്ചു എന്ന ആരോപണങ്ങളും ഒക്കെ തന്നെ UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. എന്നാൽ തങ്ങളുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടില്ല. അത് തങ്ങളെയാണ് ഉപദ്രവിച്ചതെന്നാണ് BJPയുടെ വാദം. എന്തായാലും വളരെ ഏറെ പ്രതിഷേധം അല്ലെങ്കിൽ ഇരു മുന്നണിയിലുള്ള നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി വരെ എത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത് അതായത് ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്ത കൗൺസിലർമാരുടെ ഒപ്പിടുന്ന രജിസ്റ്ററുമായി ബന്ധപ്പെട്ടാണ്. അതായത് UDF ആരോപിക്കുന്നത് ഇന്നത്തെ രജിസ്റ്ററിൽ ഒപ്പിടാൻ തങ്ങളെ അനുവദിക്കുന്നില്ല. ഇത്തരത്തിൽ രജിസ്റ്ററിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇന്നത്തെ കൗൺസിൽ യോഗം നടന്നതായിട്ട് രേഖപ്പെടുത്തില്ല. അത് സുഗതനെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാടാണ്. അത് BJP നടത്തിയ ഒരു നാടകമാണ്. ഇതിനെ ചൊല്ലിയാണ് ഇത്തരത്തിൽ കൗൺസിൽ യോഗത്തിനിടയിൽ പ്രതിഷേധം ഉണ്ടാകുന്നതും ഇത്തരത്തിൽ കയ്യാങ്കളി ഉണ്ടാകുന്നതും. ശരി, അപർണയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. 3 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പുള്ളത്. ബാക്കിയുള്ള 11 ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മധ്യ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകും. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്.